ഞാനൊരു പഴംപൊരി ആക്കാൻ വേണ്ടി പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പം അതിനുള്ള സാധനങ്ങൾ: 1 കപ്പ് മൈദ, പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ ഒരു നുള്ള് ഉപ്പ്, പിന്നെ പഞ്ചസാര 2 സ്പൂണ്. അത് എത്രയാണ് ആക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര. പിന്നെ അപ്പക്കാരവും ചേർക്കും. അല്ലാത്തവർ, ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പുളിമാവ്, ഉഴുന്നും അരിയും അരച്ച് വെച്ചിരിക്കുന്നത്, തലേന്ന് അരച്ച് വെച്ച അതിൽ നിന്ന് ഒരു തവി, ഒരു 2-3 സ്പൂണ് അതിട്ട് നല്ലോണം മിക്സാക്കി, തരി കട്ട ഉടയുന്ന വരെ നല്ല മിക്സാക്കണം. എല്ലാവരും പഴംപൊരി ആക്കാത്തവരൊന്നും അല്ല. എൻ്റെ രീതികളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ. അന്നേരം ഹോട്ടലൊക്കെ ഉള്ളപ്പോൾ ഞാനിങ്ങനെ ഇഷ്ടംപോലെ പഴംപൊരി ആക്കും. അപ്പോൾ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്കൊരു ചെറിയൊരു കടി, സ്നാക്ക് അത്. പിന്നെ 10 മിനിറ്റ് വെക്കണം, നല്ലോണം കലക്കിയിട്ട് 10 മിനിറ്റ് വെക്കണം. അധികം വെള്ളമാകരുത്. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ. പിന്നെ പഴമെടുത്ത്, പിന്നെ വലിയ പഴമാണെങ്കിൽ 4ആയിട്ട് മുറിക്കണം, ചെറുതാണെങ്കിൽ 3. അത് നമുക്ക് എത്രയാണ് പിന്നെ ഇത് വേണ്ടതെങ്കിൽ അത്രയും. കനം കൂടിയതും കനം കുറഞ്ഞതും ആക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇപ്പം ഞാൻ പഠിപ്പിച്ച് തരുന്നതൊന്നുമല്ല, ഞാൻ ഉണ്ടാക്കിയത് കാണിക്കുന്നെന്ന് മാത്രം. എല്ലാ വീടുകളിലും പഴംപൊരി ഉണ്ടാക്കും. എല്ലാ അമ്മമാരും കുട്ടികൾ വരുമ്പോഴത്തേക്ക് ചട്ടി വെച്ചു, എണ്ണ ഒഴിക്കുന്നു. എണ്ണ നല്ലോണം തിളയ്ക്കണം. എണ്ണ തിളച്ച് കഴിയുമ്പം പഴത്തിൻ്റെ തൊണ്ട് കളഞ്ഞ് മാവിനകത്തിടണം. കലക്കി വെച്ച് കൂട്ടിലേക്ക് ഇടണം. ഇത് ചിലവരൊക്കെ ഓരോരുത്തരും ഇഷ്ടം പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഓരോന്ന് മുക്കിയിടും. ഞാനങ്ങനെയല്ല. ഞാൻ ഇങ്ങനെ അതിനകത്തേക്ക് ഇട്ടേച്ച് മുക്കി ഇടുക. അത് എളുപ്പത്തിൻ്റെ പണിയാണ്. അപ്പുറവും ഇപ്പുറവും മുക്കിയിട്ട് അതിൻ്റെ തലയ്ക്ക് പിടിച്ച് അങ്ങോട്ടിടണം. എണ്ണ തിളച്ചു, ഇടാൻ പോവുകയാണേ. ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ അരിപ്പത്തവി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വിടണം. പൊങ്ങി വരും. എണ്ണയ്ക്കകത്തോട്ട് ഇതിടുമ്പോഴത്തേക്ക് പൊങ്ങി വരും. അതിനാണ് ഈ ഗോതമ്പ് പൊടി ചേർക്കുന്നത്. ചിലർ മൈദയിൽ തന്നെ ഉണ്ടാക്കും. അത് അത്ര സോഫ്റ്റില്ല. ഇതും കൂടെ മൈദ ഗോതമ്പും കൂടെ കൂട്ടുകയാണെങ്കിൽ നല്ലതാണ്. നല്ല സോഫ്റ്റായിരിക്കും, കഴിക്കാൻ നല്ലത്. എണ്ണ അങ്ങനെ കുടിക്കില്ല. പഴംപൊരിക്ക് പ്രത്യേകിച്ച് എണ്ണ കുടിക്കില്ല. ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല, കഴിക്കാറില്ല പഴംപൊരി. പക്ഷേ ഏറ്റവും നല്ലൊരു, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. എല്ലാവരും ഇതുണ്ടാക്കണം. ഇനി സ്കൂൾ വിട്ട് വരുമ്പോൾ എളുപ്പത്തിന് വേഗം ചെയ്യാൻ 2 പഴം ഉണ്ടെങ്കിൽ എടുത്ത് വേഗം ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്.
ഓരോരുത്തരൊക്കെ പറയും പഴംപൊരി ആക്കുമ്പോൾ പൊങ്ങുകയില്ലാന്ന്. ആ ഇട്ട പോലെ തന്നെ ഇരിക്കുമെന്ന്. അടിപൊളി പഴംപൊരി ചൂടോടെ ഒരു ചായയും. വലിയവർക്കും പിള്ളേർക്കും ആണേലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ചൂടോടെ കഴിക്കണം, അല്ലെങ്കിൽ തണുത്ത് പോയാൽ പിന്നെ പറ്റില്ല.